ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവരുടെ TGE ആൻഡ് ലിസ്റ്റിംഗ് ഡേറ്റ്, അതായത് ടോക്കൺ ജനറേഷൻ ഇവൻറ്റും പിന്നെ ലിസ്റ്റിംഗ് ഡേറ്റ് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയാൻ പോണത്. പിന്നെ അതുകൂടാണ്ട് എയർ ഡ്രോപ്പിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്, എയർ ഡ്രോപ്പ് നിങ്ങൾക്ക് മാക്സിമം കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ചെറിയൊരു ഹിൻറ്റ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത്. അഞ്ചോട്ടൊക്കെ തെസ്സെനിക്ക് നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ TGE ആൻഡ് ലിസ്റ്റിംഗ് ഡേറ്റ് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അവരുടെ ആ ഒരു ചാനലിൽ പോവാം. ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ചാനലിൽ അനൗൺസ്മെൻറ്റ് ഇട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ചാനലിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അനൗൺസ്മെൻറ്റ്. ഇത് കണ്ടോ, TGE ആൻഡ് ലിസ്റ്റിംഗ് സെപ്റ്റംബർ 26 എന്ന് എഴുതിയിട്ടുണ്ട്. സെപ്റ്റംബർ 26 എയർ ഡ്രോപ്പും TGE ടോക്കൺ ജനറേഷൻ ഇവൻറ്റ്. പിന്നെ അന്ന് തന്നെ മിക്കവാറും എല്ലാ എക്സ്ചേഞ്ചുകളിലും, മേജറായിട്ടുള്ള എക്സ്ചേഞ്ചുകളിൽ ഡോഗ്സ് ലിസ്റ്റ് ആയ കൂട്ടി ലിസ്റ്റ് ആവും. അപ്പോൾ ഡോഗ്സ് ലിസ്റ്റ് ആയപ്പോൾ ഏകദേശം $50 അടുത്തുള്ളൊരു ഡോഗ്സൊക്കെ മിക്കവർക്കും കിട്ടിയിട്ടുണ്ടാവും. കാരണം ഞാൻ വീഡിയോ ഇട്ട സമയത്ത് തന്നെ ബൈനാൻസുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20,000 അല്ലെങ്കിൽ 10,000 തൊട്ട് 20,000 ഡോഗ്സ് വരെ ബോണസായിട്ട് കിട്ടിയേനെ. അപ്പോൾ അങ്ങനെ കൂട്ടി കഴിയുമ്പോൾ ഒരു 20 തൊട്ട് $50 വരെയൊക്കെ കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ മിക്കവാറും നിങ്ങൾക്ക്. ഇപ്പോൾ ഡോഗ്സ് അപ്പായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഡോഗ്സ് ഇപ്പോൾ വിൽക്കാണ്ടിരിക്കുകയാണ് നല്ല, കുറച്ചുകൂടി കയറാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ TGE ആൻഡ് ലിസ്റ്റിംഗ് ഡേറ്റ് സെപ്റ്റംബർ 26 പറഞ്ഞത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് തന്നെ വെച്ചാൽ ഇപ്പോൾ സെപ്റ്റംബർ 26 മിക്ക എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. എയർ ഡ്രോപ്പ് ചിലപ്പോൾ അതിന് മുമ്പ് ചെയ്യുമായിരിക്കും. എയർ ഡ്രോപ്പ് അതോ ആ ദിവസം തന്നെ ആയിരിക്കില്ല, ചിലപ്പോൾ അതിന് മുമ്പ് ചെയ്യുമായിരിക്കും. നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, എയർ ഡ്രോപ്പും 26 തന്നെയാണ് എഴുതിയേക്കണത്. പക്ഷേ എന്നാലും എയർ ഡ്രോപ്പ് ചിലപ്പോൾ നേരത്തെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ട്രേഡിങ് സ്റ്റാർട്ട് ആവുന്നത് 26 ഇനി നമ്മൾ നോക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മാക്സിമം എയർ ഡ്രോപ്പ്, ഇതിൻ്റെ ഒരു മാക്സിമം എയർ ഡ്രോപ്പ് കിട്ടാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ നമുക്ക് കണ്ടു ചെയ്യാൻ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഹാംസ്റ്റർ കോമ്പാറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഈ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇവിടെ എയർ ഡ്രോപ്പ് സെപ്റ്റംബർ 26, 2024 ഇവിടെ ലിസ്റ്റിംഗ് ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. 28 ഡേയ്സാണ് ഇനി ഉള്ളൂ. ആകെ 28 ദിവസമുള്ളൂ നമുക്ക് മാക്സിമം എയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ മാക്സിമം എയിൻ ചെയ്യാനായിട്ട് നമുക്ക് പോയിൻറ്റ്സ് ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പോയിൻറ്റ്സിൽ നമുക്ക് ഈ മുകളിൽ കാണുന്ന ഈ ഒരു, ഞാൻ പറഞ്ഞ കൂട്ട് തന്നെ, ഞാൻ ഇത് തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഈ മുകളിൽ കാണുന്ന ഈ 700 മില്യൺ അല്ലെങ്കിൽ 800 മില്യൺ എന്ന് പറഞ്ഞാൽ അതൊരു കോയിനല്ല. അപ്പോൾ ആ ഒരു 1:1 ആയിട്ട് എന്തായാലും കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റ് വെച്ചിട്ട് നമുക്ക് ലെവൽ അപ്പ് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് പെർ അവർ കൂട്ടാൻ പറ്റും, പിന്നെ ഡെയിലി ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ മൈനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് നമുക്ക് പ്രോഫിറ്റ് പെർ അവർ കൂട്ടാം. അപ്പോൾ അതാണ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താലാണ് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ ആദ്യമേ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റ് കൂട്ടണം, ആ പോയിന്റ് കൂട്ടുന്നതിനനുസരിച്ച് പ്രോഫിറ്റ് പെർ അവറും കൂട്ടാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇവിടെ പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു സെക്ഷൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഗെയിംസ് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കീ കിട്ടും. കീ കൂടുതൽ കിട്ടുവാണെങ്കിൽ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ എയർ ഡ്രോപ്പ് കിട്ടുമ്പോൾ ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ലൊരു ഗെയിം എന്ന് വെച്ചാൽ, എളുപ്പത്തിൽ കീ കിട്ടാൻ നല്ലൊരു ഗെയിം എന്ന് വെച്ചാൽ ബൈക്ക് റൈഡ് 3D ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ബാക്കി ഞാൻ നോക്കിയില്ല, ബാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബാക്കി ചിലത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, ചിലത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ബൈക്ക് റൈഡ് ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. കുറേ കളിച്ചാൽ മാത്രമാണ് കിട്ടുള്ളൂ. പിന്നെ ഇവിടെ മിനി ഗെയിംസ് കളിച്ച് കഴിഞ്ഞാൽ കിട്ടും. മിനി ഗെയിംസ്, പസിൽ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ കീ കിട്ടും. ഹെക്സാ പസിൽ കളിച്ച് കഴിഞ്ഞാൽ പോയിൻ്റാണ് കിട്ടുന്നത്. അപ്പോൾ പോയിൻ്റ് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പോയിൻ്റ് ഇപ്പോൾ അല്ലാണ്ട് നമുക്ക് മൈൻഡ് ചെയ്ത് കിട്ടുമല്ലോ. പിന്നെ എയർ ഡ്രോപ്പിൽ നമ്മൾ ഡീറ്റെയിൽസിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പാസീവ് ഇൻകം, അത് മെയിനായിട്ട് കണക്കാക്കുന്ന ഒരു സാധനമാണ് പാസീവ് ഇൻകം. ഇവിടെ കണ്ടോ, ദ ഗോൾഡൻ റൂൾ ഓഫ് എ സക്സസ്ഫുൾ ബിസിനസ് ഈസ് ദാറ്റ് ഇറ്റ് ഷുഡ് വർക്ക് ഫോർ യു. പാസീവ് ഇൻകം ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഓഫ് ദ ഗെയിം. കണ്ടോ, അപ്പോൾ പാസീവ് ഇൻകം ഇൻക്രീസ് ചെയ്യണമെന്ന് ഞാൻ ആദ്യമേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാസീവ് ഇൻകം എന്തോരം ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാസീവ് ഇൻകം ഇവിടെ അപ്പായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഏൺ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏൺ എന്ന് പറഞ്ഞ സെക്ഷനിൽ നമ്മൾ എന്തോരം ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് ഏൺ ടാസ്ക്. അപ്പോൾ അത് അവർ കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നുണ്ട്.
അപ്പോൾ ഇതിൽ ഞാൻ ഈ യൂട്യൂബ് വീഡിയോയുടെ മാത്രമേ സ്കിപ്പ് ചെയ്യാറുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ കംപ്ലീറ്റ് ആക്കാറുണ്ട് ഡെയിലി റിവാർഡൊക്കെ. പിന്നെ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ഫ്രണ്ട്സാണ്. നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അതിൻ്റേതായ ചെറിയൊരു ബോണസ് കിട്ടും. പിന്നെ ഇവിടെ നമുക്ക് അച്ചീവ്മെൻറ്റ്സ് ആണ്. സം അച്ചീവ്മെൻറ്റ്സ് ആർ കോമൺ, സം ആർ യൂണിക്, ബട്ട് എവരി സിംഗിൾ വൺ മാറ്റേഴ്സ് ആൻഡ് ഹാസ് ഇറ്റ്സ് ഓൺ പർപ്പസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അച്ചീവ്മെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 1 മില്യൺ പ്രോഫിറ്റ് പെർ അവർ ആയി കഴിഞ്ഞാൽ അതൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് കണക്കാക്കും. അങ്ങനെ നമുക്ക് അച്ചീവ്മെൻറ്റ്സ് ഇങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഇതിലിങ്ങനെ പല പല അച്ചീവ്മെൻറ്റ്സ് നമുക്ക് കിട്ടും. സൈഡിൽ നമ്മുടെ ഹാംസ്റ്ററിൻ്റെ ഒരു ലോഗോ ഉണ്ടല്ലോ, ആ ലോഡ് എന്ന് എഴുതിയാണ് എൻ്റെ മുകളിലായിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ എഴുതി കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അച്ചീവ്മെൻറ്റ്സ്, അച്ചീവ്മെൻറ്റ്സ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ്മെൻറ്റ്സ് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് 50 കാർഡായിട്ടുണ്ട്, 200 കാർഡ്, 500 കാർഡ് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, 2 അച്ചീവ്മെൻറ്റ്. പിന്നെ അപ്ഗ്രേഡ് കാർഡ്സ് ടു 25. അപ്പോൾ 25 ലെവൽ വരെ കാർഡ്സ് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു അച്ചീവ്മെൻറ്റ്. 50 കാർഡ് അതുപോലെ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടും, കണ്ടോ. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 15 ബില്യൺ കോയിൻസ് കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് ഒരു അച്ചീവ്മെൻറ്റ് കിട്ടും. ഇപ്പോൾ ഇവിടെ ഞാൻ നോക്കുകയാണെങ്കിൽ 1.5 ബില്യൺ കോയിൻസ് എൻ്റെ കളക്ട് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻവൈറ്റ് ഫ്രണ്ട്സ് എനിക്ക് 10 ഫ്രണ്ട്സ് ഉണ്ട്. 25 ഫ്രണ്ട്സ് ആവുകയാണെങ്കിൽ 100 ഫ്രണ്ട്സ് ആവുകയാണെങ്കിൽ അങ്ങറ്റത്തെ വരെയുള്ള അച്ചീവ്മെൻറ്റ് കിട്ടും. പിന്നെ അൺലോക്ക് സ്കിൻസ്, 5 സ്കിൻ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണിച്ചിട്ടുണ്ട് ഇതാണുള്ളത്. പിന്നെ പ്രോഫിറ്റ് പെർ അവറിൻ്റെ ടോപ്പിലാണ് ഞാൻ നിൽക്കണം. അപ്പോൾ 3 മില്യൺ കോയിൻസ് പ്രോഫിറ്റ് പെർ അവർ ആയി കഴിഞ്ഞാൽ ടോപ്പിലെത്തും. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ യൂട്യൂബ് വീഡിയോസ് വാച്ച് ചെയ്ത് എൻ്റെ അച്ചീവ്മെൻറ്റ്സ് അവർ കണക്കാക്കുന്നുണ്ട്, കണ്ടോ. അപ്പോൾ നമ്മൾ 25 വീഡിയോസ് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 25ൻ്റെ അത് വരും. പിന്നെ സബ്സ്ക്രൈബ്ഡ് ടു ഹാംസ്റ്റർ ടെലിഗ്രാം TG എന്നുള്ളത്, എത്ര ദിവസമായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. ഹാംസ്റ്റർ ടെലിഗ്രാമിൽ നമ്മൾ എത്ര ദിവസമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ 100 ഡേയ്സ് ആവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. 200 ഡേയ്സ് ആണ് ടോപ്പ്. അപ്പോൾ അത് സ്റ്റാർട്ടിങ് ജോയിൻ ചെയ്തവർക്കായിരിക്കും മിക്കവാറും കിട്ടും. പിന്നെ സ്പെഷ്യൽ കാർഡ് റെസ്ക്യൂ ടീം എന്ന് പറഞ്ഞ സ്പെഷ്യൽ കാർഡ് കിട്ടുവാണെങ്കിൽ നമുക്ക് ആ ഒരു സ്പെഷ്യൽ അച്ചീവ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇതിലിപ്പോൾ എനിക്ക് കിട്ടാനുള്ള അച്ചീവ്മെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഡ്സ് ടു ലെവൽ 25, അത് ഒരു 50 കാർഡ് ലെവൽ 25 ആക്കി കഴിഞ്ഞാൽ ഇത് ഫുള്ള് കിട്ടും. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്ഗ്രേഡ് 200 കാർഡ്സ് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇപ്പോഴത്തെ കിട്ടും, 500 കാർഡ്സ് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ കിട്ടും. പിന്നെ ഇൻവൈറ്റ് ഫ്രണ്ട്സ് ഇനി നമുക്ക് കയറുന്നു തോന്നുന്നില്ല. പിന്നെ അൺലോക്ക് സ്കിൻസ് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് സ്കിൻസ്. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഈ ഒരു അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അൺലോക്ക് സ്കിൻസ് എവിടെയാണെന്ന് വെച്ചാൽ ഈ ബൈ സ്കിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്കിൻസ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഫ്രീ ആണിത്, അൺലോക്ക് ബൈ, ഇത് ഫ്രീ ആയിരുന്നു, ചൂസ് ചെയ്തു, കേട്ടോ. ഇപ്പോൾ നമുക്ക് 2 സ്കിന്നായി. ഇനി ബൈ സ്കിന്നെ വീണ്ടും പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു അടുത്തുണ്ട്, ഇതിലോ ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ പർച്ചേസ് ചെയ്യാം, കണ്ട. അപ്പോൾ ഇങ്ങനെ പർച്ചേസ് കഴിഞ്ഞാൽ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇത് തന്നെ ഞാൻ ചൂസ് ചെയ്യണം. ഇനി നമ്മൾ അടുത്തത് അപ്പോൾ 5 ആക്കി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കി കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ഹോമീനെ നമുക്ക് ബൈ, അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആയി. എന്താണ് അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആയത്? 5 സ്കിൻസ് അൺലോക്ക് ആക്കി. അപ്പോൾ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആയില്ലേ. ഇനി നമുക്ക് ഇവിടെ കുറേ ഉണ്ട്, അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അത് ഇവിടെ നോക്കുക. അപ്പോൾ എൻ്റെ അടുത്ത അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആയി, 10 സ്കിൻസ്. അപ്പോൾ ഇങ്ങനെയാണ് അച്ചീവ്മെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ അച്ചീവ്മെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ അടുത്ത എയർ ഡ്രോപ്സിൽ നോക്കി കഴിഞ്ഞാൽ ടെലിഗ്രാം സബ്സ്ക്രിപ്ഷനാണ്. ടെലിഗ്രാം സബ്സ്ക്രിപ്ഷൻ എൻ്റെ ഇല്ല, അങ്ങനെ ടെലിഗ്രാം സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് എടുക്കേണ്ടി വരുമോ എന്നുള്ളത് ആലോചിക്കണം. ടെലിഗ്രാം സബ്സ്ക്രിപ്ഷൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോണ്ട് മിസ് എനിത്തിങ് അബൌട്ട് ഹാംസ്റ്റർ പ്രൊമോട്ട് സ്റ്റേറ്റ് കൊണ്ട് വിത്ത് അവർ ടെലിഗ്രാം ചാനൽ ടു എയർ ഡ്രോപ്പ് പോയിൻറ്റ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് ടെലിഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ ആ ഒരു ചാനലിൽ ജോയിൻ ചെയ്താണ് അതായിരിക്കും ഉദ്ദേശിച്ചത്. പിന്നെ കീസ് ഞാൻ പറഞ്ഞില്ല, കീസിൻ്റെ ഇവർ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് 32 കീ ഉണ്ട്. അതിൽ ഒന്ന് ഞാൻ മിനി ഗെയിം കളിച്ച് കിട്ടിയതല്ല, മിനി ഗെയിം കളിച്ച് എനിക്ക് കുറച്ചാൽ കിട്ടിയുള്ളൂ.
അല്ലാണ്ട് കിട്ടിയത് ഈ പ്ലേ ഗ്രൗണ്ടിലെ ഗെയിംസ് കളിച്ചിട്ടാണ്. അപ്പോൾ അതായിരിക്കും എളുപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഇപ്പം എൻ്റെ നോക്കുവാണെങ്കിൽ ഇവിടെ മൈലിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ സ്പെഷ്യൽസിൽ കുറച്ച് കാർഡ് ഇങ്ങനെ ബൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പ്രത്യേകിച്ച് പ്രോഫിറ്റ് പെർ അവർ കൂടുതലുള്ള സാധനങ്ങളൊക്കെ കുറവാണ്. പക്ഷേ എന്നാലും ഈ ഒരു ലെവൽ അപ്പ് ചെയ്യാനുള്ളൊരു ഇതുണ്ടല്ലോ, ആ ഒരു ഇതുകൊണ്ട് ഞാൻ ചെയ്തേക്കണേണ്. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അടുത്തത് എനിക്ക് അച്ചീവ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ 25ാമത്തെ ലെവൽ വരെ ആക്കണം എല്ലാം. അപ്പോൾ അങ്ങനൊരു അച്ചീവ്മെൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനാണ് ഞാനിനി നോക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് പെർ അവർ മുകളിൽ കൂടിക്കോളുമല്ലോ. അപ്പോൾ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ ഈ ഏണിലെ യൂട്യൂബ് വീഡിയോസ് ഇനി കാണാൻ പറ്റുകയാണെങ്കിൽ കാണാൻ നോക്കുക. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ചെയ്യേണ്ടത് ഇതൊരു കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ ഈ ലോഡ് പിന്നെ നമ്മുടെ ഈ ഒരു ലെവൽ കണക്കാക്കണമെന്നാണ് ഇപ്പോൾ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. ഇവിടെ നമ്മൾക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു ലെവലുണ്ടല്ലോ, ഈ ഒരു ലെവൽ അവർ കണക്കാക്കണില്ല. അവർ അച്ചീവ്മെൻറ്റ്സാണ് കണക്കാക്കുന്നത്. പിന്നെ പ്രോഫിറ്റ് പെർ അവറും കണക്കാക്കുന്നുണ്ട്. ഈ ഒരു ലോഡ് ക്രിയേറ്റർ അല്ലെങ്കിൽ മാസ്റ്റർ എന്നുള്ളൊരു ഗ്രാൻഡ് മാസ്റ്റർ എന്നുള്ളൊരു ലെവൽ അവർ കണക്കാക്കണില്ല എന്നാണ് ഈ ഒരു എയർ ഡ്രോപ്പിൻ്റെ ഇതിൽ നോക്കി കഴിയുമ്പോൾ മനസ്സിലാവുന്നത്. പിന്നെ വിഡ്രോയിൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ആ ടോൺ വാലറ്റ് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു അപ്ഡേറ്റ് എന്ന് വെച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള എല്ലാ ഗുണങ്ങളും വരുത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.